എല്ലാവർക്കും നമസ്കാരം. ഞാൻ ടോംസൺ മുളകുപാടം, പുലിമുരുകൻ സിനിമയുടെ പ്രൊഡ്യൂസറാണ്. ഇപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ആദ്യമായി കേരളത്തിലെ എല്ലാ പ്രേക്ഷകർക്കും പുലിമുരുകൻ ഇത്ര സൂപ്പർ ഹിറ്റാക്കിയതിന് എല്ലാവരോടും എൻ്റെ നന്ദി ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഇത് ഞങ്ങളുടെ 2 വർഷത്തെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി ഉണ്ടായ ഒരു സിനിമയാണ്. ഇത് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഇതിനിടയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ലൈവ് ടൈഗറാണ് ഇതിനകത്ത് ഞങ്ങൾ ഉപയോഗിച്ചത്. ലൈവ് ടൈഗറിനെ ഷൂട്ട് ചെയ്യാൻ വളരെ പ്രയാസമായിരുന്നു. ഞങ്ങൾ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഉപയോഗിക്കും. ചില ദിവസങ്ങളിൽ 5 മിനിറ്റ് പോലും ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത സമയം. അങ്ങനെ 1.5 മാസങ്ങൾ ഞങ്ങൾ തായ്ലൻഡിൽ ഇതിനു വേണ്ടി സമയം എടുത്തു, ഇതിന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി. പക്ഷേ ഇത്ര സമയം എടുത്താലും നല്ല രീതിയിൽ ടൈഗറിൻ്റെ എല്ലാ സീക്വൻസസും മോഹൻലാലോട്ട് ഞങ്ങൾക്ക് കിട്ടി അവിടെ നിന്ന്. അതാണ് ഇതിൻ്റെ ഒരു വിജയവും. ഇന്ത്യയിൽ തന്നെ, എനിക്ക് സൗത്ത് ഏഷ്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ലൈവ് ടൈഗറുമായിട്ട് ആർട്ടിസ്റ്റ് ഫൈറ്റ് ചെയ്യുന്നത്, ഡയറക്റ്റ് ഫൈറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് ഒരു 3-4 ഫൈറ്റ് ഉണ്ട്. അതൊക്കെ കുറേ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ആ സമയത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങൾ പറയാൻ തീരാത്തതാണ്. അത് ഞങ്ങളതുകൊണ്ടാണ് നമ്മുടെ മലയാളത്തിൽ തന്നെ 2 വർഷമായി ഈ സിനിമ ഇന്ന് വരും ഞങ്ങൾ 3-4 പ്രാവശ്യം ഞങ്ങളിത് റിലീസ് വരെ മാറ്റി. പടം തീരുന്നില്ല. എനിക്ക് ഭയങ്കര നിർബന്ധമുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു, ഇതിൻ്റെ ക്വാളിറ്റി. അത് പുലിമുരുകൻ എന്നൊരു പടം ഞാനും മോഹൻലാലും വൈശാഖ് ഉദയനങ്ങൾ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ക്വാളിറ്റി ഇങ്ങനെയാണ്. അതിൻ്റെ കഥ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ക്വാളിറ്റിയിൽ ഒരിക്കലും ഒരു കോംപ്രമൈസ് പാടില്ല എന്ന നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിൻ്റെ കോസ്റ്റ് കൂടിയതും. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഘടകം പീറ്റർ ഹെയ്നാണ്. പീറ്റർ ഹെയ്ൻ്റെ ആ ഫൈറ്റിൻ്റെ ആ ആക്ഷൻ സീക്വൻസസ്, പുള്ളി കൊണ്ടുവന്ന ഫൈറ്റേഴ്സ്, ഇപ്പോൾ ഫോറിനേഴ്സ്, ഫ്രാൻസിൽ നിന്നും റുമാനിയയിൽ നിന്നും തായ്ലൻഡിൽ നിന്നും ഒക്കെ ആളെ കൊണ്ടുവന്നാണ് പുള്ളി ചെയ്യിച്ചത്. വനത്തിൻ്റെ ആ ഒറിജിനൽ രീതി, അതായത് അതിനകത്ത് വലിയ ആക്ഷൻ, നല്ല ആക്ഷനാണ്, പക്ഷേ നാച്ചുറലായിട്ടാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു വിജയവും. അപ്പോൾ ഇന്നല്ല, കേരളത്തിൽ ഇതേവരെ ഉണ്ടാകാത്ത ഒരു ചരിത്ര വിജയമാണ് പുലിമുരുകൻ എന്ന സിനിമ ഉണ്ടായിരിക്കുന്നത്. റിലീസ് ചെയ്ത എല്ലാ സ്റ്റേഷനുകളിലും ഇതുവരെ എല്ലാ ഷോകളും ഹൗസ്ഫുള്ളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 225 തിയേറ്ററുകൾ കേരളത്തിൽ മാത്രം ഉണ്ട്. മൊത്തം ഓൾ കേരള 335 സ്റ്റേഷൻ, ഓൾ ഇന്ത്യ 335 സെൻറ്ററാണ് കളിക്കുന്നത്. കേരളത്തിൽ മാത്രം 225 സ്റ്റേഷനുണ്ട്. അത് എല്ലാ സ്റ്റേഷനിലും എല്ലാ ഷോയും 4 ഷോ 5 ഷോ. ട്രിവാൻഡ്രത്ത് കഴിഞ്ഞ 10 ദിവസമായിട്ട് എല്ലാ ദിവസവും രാത്രി 12 മണി സ്പെഷ്യൽ ഷോ കളിക്കുന്നുണ്ട്. അതും ഫുള്ളാണ്. ഇങ്ങനൊരു ചരിത്ര വിജയമാണ് ഈ സിനിമ നിങ്ങൾ ആക്കിയിരിക്കുന്നത്. ഇതിന് ഞാൻ എല്ലാ ആൾക്കാരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഈ സിനിമയുടെ പുറകിൽ മോഹൻലാൽ എന്ന വ്യക്തി അങ്ങേരെ 6 മാസം ഇതിൻ്റെ കൂടെ നിന്ന അധ്വാനം ഞങ്ങൾക്കാർക്കും പറഞ്ഞാൽ തീരാത്തതാണ്. കാരണം രാവിലെ മുതൽ ഈ ഷൂട്ടിങ് തുടങ്ങിയ അന്ന് മുതൽ ഈ 6 മാസം തീരുന്ന അന്ന് വരെയും ലാസ്റ്റ് തീർന്ന് പോകുമ്പോഴത്തേക്ക് പുള്ളി അന്നും ഇത് കഴിഞ്ഞോ, ഞാൻ പോകട്ടെ എന്ന് പറയാനാണ് പോകുന്നത്. അത് സന്തോഷത്തോടെ അത്ര ഹാപ്പിയായിട്ടാണ് പോകുന്നത്. പീറ്റർ ഹെയ്ൻ മോഹൻലാലിൻ്റെ ഓരോ സീക്വൻസസും എനിക്കറിയാം. മോഹൻലാൽ ആ ടൈഗറിനെ കൊള്ളുന്ന മരത്തേൽ കയറി തിരിച്ചു വരുന്ന ഭാഗത്തൊക്കെ ഞങ്ങൾക്ക് ഒരു സങ്കടം വന്നിട്ട് 16 ഷോട്ടൊക്കെയാണ് എടുത്തിരിക്കുന്നത്. അത് അത്രയും ഷോട്ട് എടുത്തിട്ടും മോഹൻലാൽ സാർ പറഞ്ഞു, ഓക്കെ ഇത് മതിയോ പീറ്റർ, ഇനി വേണോ ചോദിച്ചു. അത്ര ഹാപ്പിയാണ്. അത് പുള്ളിയുടെയൊക്കെ എനർജിയാണ്, മോഹൻലാൽ സാറിൻ്റെ ഒരു എനർജിയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് വർക്ക് ചെയ്ത എല്ലാ ആൾക്കാരും, ഡയറക്ടർ വൈശാഖ്, റൈറ്റർ ഉദയേഷൻ, എടുത്തു പറയേണ്ട ഷാജിയുടെ ഫോട്ടോഗ്രാഫി. ഞാൻ ആ ഷാജിയും പിന്നെ എഡിറ്റർ ജോൺ കുട്ടി, ഇതിനൂടെ പിന്നിൽ നിന്ന് വർക്ക് ചെയ്ത നോബിളാണ് ഇതിൻ്റെ പ്രൊഡക്ഷനെല്ലാം വർക്ക് ചെയ്തിരിക്കുന്നത്. ഇത്ര ആൾക്കാർ ഇതിൻ്റെ കൂടെ രാത്രിയും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ പ്രത്യേകം നന്ദി ഞാൻ ഈ കൂട്ടത്തിൽ അറിയിച്ചുകൊള്ളുന്നു. ഈ സിനിമ ഇങ്ങനെ ആക്കിയതിൽ ഇവരുടെ ഒരു പങ്ക് പിന്നിലും പിന്നെ ഇതിൽ അഭിനയിച്ച എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. ഇതിന് പിന്നെ പ്രവർത്തിച്ച എല്ലാവർക്കും, കേരളത്തിലെ ജനങ്ങൾക്കും പ്രേക്ഷകർക്കും, പ്രത്യേകിച്ച് മലയാളികൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.